വളരെ ശാന്തമായും മൃദുവായും വീശുന്ന കാറ്റ് നമുക്ക് സന്തോഷം തരുന്ന ഒന്നാണ്. ചൂടും മർദ്ദവും വ്യത്യാസപ്പെടുമ്പോൾ വായു ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുമ്പോഴാണ് കാറ്റുണ്ടാകുന്നത്. തീരപ്രദേശങ്ങളിൽ നമുക്ക് എപ്പോഴും കാറ്റ് അനുഭവപ്പെടാറില്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കടൽക്കാറ്റും കരക്കാറ്റും എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. നല്ല വെയിലുള്ള സമയങ്ങളിൽ കടൽ തീരത്തെ മണൽ നല്ലവണ്ണം ചൂടായിരിക്കുന്നതായി ശ്രദ്ധിച്ചിട്ടില്ലേ? എന്നാൽ കടലിലെ വെള്ളത്തിന് അത്രയും ചൂടുണ്ടാവുകയുമില്ല. അതായത് പകൽ സമയങ്ങളിൽ കര വളരെ പെട്ടെന്ന് ചൂടുപിടിക്കുന്നു, എന്നാൽ കടൽ വളരെ സാവധാനത്തിലും ചൂടുപിടിക്കുന്നു. ഇതിന് കാരണം കരയ്ക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവും വെള്ളത്തിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലും ആയതുകൊണ്ടാണ്. പകൽ സമയങ്ങളിൽ കര പെട്ടെന്ന് ചൂടുപിടിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കരയുടെ മുകളിലുള്ള വായുവിനും ചൂടുപിടിക്കുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച വായു എക്സ്പാൻഡ് ചെയ്ത് ലൈറ്റർ അഥവാ ലെസ് ഡെൻസായി മുകളിലേക്ക് പോകുന്നു. അങ്ങനെ ലാൻഡിനു മുകളിൽ ഒരു ലോ പ്രഷർ റീജിയൻ ഉണ്ടാകുന്നു. നമുക്കറിയാം, കാറ്റ് എപ്പോഴും ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ലോ പ്രഷർ റീജിയനിലാണല്ലോ വീശുക. അതായത് പകൽ സമയങ്ങളിൽ കരയ്ക്ക് മുകളിലെ മർദ്ദം കുറവുള്ള ഏരിയയിലേക്ക് കടലിലെ മർദ്ദം കൂടുതലുള്ള കാറ്റ് വീശുന്നു. ഇതാണ് കടൽക്കാറ്റ് അഥവാ സീ ബ്രീസ് എന്നറിയപ്പെടുന്നത്. കരയ്ക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവാണെന്ന് പറഞ്ഞല്ലോ. ഇതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ ചൂട് കൂടുതലുള്ള സമയത്ത് പെട്ടെന്ന് ചൂടാകുന്ന കര രാത്രികാലങ്ങളിൽ ചൂട് കുറയുന്നതോടെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്നു. ഇതേ സമയം കടൽ ചൂടായി വരികയും ചെയ്യുന്നു. ഇവിടെയും നേരത്തെ പറഞ്ഞ അതേ കാര്യം സംഭവിക്കുന്നു. അതായത് കടൽ ചൂടാകുമ്പോൾ കടലിനു മുകളിലെ വായുവും ചൂടാകുന്നു. ഈ വായു എക്സ്പാൻഡ് ചെയ്ത് മുകളിലേക്ക് ഉയരുന്നു. അതായത് രാത്രികാലങ്ങളിൽ കടലിനു മുകളിൽ ഒരു ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും കരയ്ക്ക് മുകളിലെ ഹൈ പ്രഷർ റീജിയനിൽ നിന്നും കാറ്റ് കടലിനു മുകളിലെ ലോ പ്രഷർ റീജിയനിലേക്ക് വീശുകയും ചെയ്യുന്നു. ഇതിനെ കരക്കാറ്റ് അഥവാ ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കുന്നു. ഇതുകൊണ്ടാണ് തീരപ്രദേശങ്ങളിൽ ചൂട് കുറവുള്ളതായി അനുഭവപ്പെടുന്നത്. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സ് റിലേറ്റഡ് ക്വിസും ചാനലിൽ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. Thank you for watching.